ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 20ാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 600 രൂപ 650 രൂപ നമ്മൾ ഇൻസെൻറ്റീവായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇതേതാ സ്ഥലം? ഫുള്ള് വിചരവായി കിടക്കുന്ന സ്ഥലം. സമയം 1 മണിയാണ്. 1 മണിക്കാണ് നമ്മൾ ഡെലിവറി ചെയ്തിരിക്കുന്നത് 20ാമത്തെ ഓർഡർ. വീഡിയോ ചെയ്യും യൂട്യൂബിൽ. ഹായ് ഫ്രണ്ട്സ്, സൊമാറ്റോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ഓർഡറുമായിട്ട് വന്നിരിക്കുന്നത് പ്രാക്കുളത്താണ് കേട്ടോ. വാവ്, വാട്ട് എ ബ്യൂട്ടി പ്ലേസ്. നമ്മളത് കൊടുത്ത് 47 രൂപ ഓട്ടമായിരുന്നു. അഞ്ചാലുമൂട് നിന്ന് അടിച്ചതാണ് കേട്ടോ. ഓ, ഇനി ഇതുവഴി എവിടെയൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട്. സാമ്പ്രാണിക്കോടിയുടെ അടുത്താണ് കേട്ടോ. നമുക്ക് ആദ്യം ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ വരുന്നത്. മോനെ, കുട്ടികൾ കളിക്കാനുള്ള അടിപൊളി സ്ഥലമുണ്ട്. ഇത് സാമ്പ്രാണിക്കോടി ഐലൻഡാണ്. ഐ ലവ് സാമ്പ്രാണിക്കോടി ഐലൻഡ്. വാവ്, ടിക്കറ്റ് കൗണ്ടറോ? ഇത് എങ്ങോട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ? ഓ, ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഓ മോനെ, അവിടെ കിടന്ന് ഇപ്പോൾ ഉറങ്ങും. നമ്മളിത് ഞായറാഴ്ചയാണ് കേട്ടോ. നമുക്ക് ഞായറാഴ്ച എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം. ഇപ്പം സമയം 3:30 ഉച്ചയ്ക്ക് തുടങ്ങിയതാണ്. 12 മണിക്ക് തുടങ്ങിയതാണ്. 259 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് 5 ട്രിപ്പ്. അതിൽ ഒരു ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്യട്ടെ. അരകല്ലെന്ന് പറയുന്നൊരു കടയില്ല. അവിടെ നിന്ന് അവസാനം അരമണിക്കൂർ നിന്നിട്ട് പറയാം അവിടെ ഒരു സാധനം ഇല്ല, കസ്റ്റമറെ വിളിച്ച് പറയാൻ. ഞാൻ ഓർഡർ ട്രാൻസ്ഫർ ചെയ്ത് വെറുതെ കുറേ സമയം കളഞ്ഞു. അരമണിക്കൂറിന് മേളിൽ അവിടെ സമയം കളഞ്ഞു. വാവ്, വാട്ട് എ ബ്യൂട്ടി. ഇവിടെയൊക്കെ ഇരിക്കാൻ എന്താ രസമായിരിക്കും അല്ലേ? എൻ്റെ പൊന്നളിയ, സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി. സാമ്പ്രാണിക്കൊടി ഐലൻഡ്. നമ്മൾ നിൽക്കുന്ന ഐലൻഡിലാണ്. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കേട്ടാ. ഇവിടെ ഇരുന്ന് അങ്ങ് ഇരിപ്പ് അടക്കും. ഇല്ല, ഇവിടുന്ന് ജങ്കാറൊന്നുമില്ല. വന്ന വഴി തന്നെ തിരിച്ചു പോകണം. ഇതിപ്പോൾ എങ്ങോട്ടുള്ള ടിക്കറ്റ് കൗണ്ടറുടെ? സാമ്പ്രാണിക്കൊടി ഐലൻഡ് ഇപ്പോൾ അപ്പുറത്താണ് ബോട്ടായിട്ട്. ഇവിടുന്ന് ചിലപ്പം കാണുമായിരിക്കും അല്ലേ? എന്തൊരു തണുപ്പ്. ഇന്ന് ഭയങ്കര ചൂട് കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കുന്ന, പക്ഷേ അല്ല, AC കയറി നിൽക്കുക. അടിപൊളി തണുപ്പ്. കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ വേറെ വൈബായിരിക്കും ഇവിടെ. ഫ്രണ്ട്സ്, അങ്ങനെ സമയം രാത്രി 9:04. നമ്മൾ 14ാമത്തെ ട്രിപ്പുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 14ാമത്തെ കസ്റ്റമറിന് കൊടുക്കാൻ 450 മീറ്ററും കൂടെ ഉള്ളൂ. തിരുമുല്ല വാരത്താണ് നമ്മൾ. പിന്നെ വീഡിയോ എടുക്കാതെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലും, പിന്നെ അതുപോലെ എൻ്റെ സൗണ്ട് ഒട്ടും ഇല്ലായിരുന്നു ആ സമയത്ത്. പനിയെല്ലാം മാറി, പക്ഷേ സൗണ്ടൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുകയായിരുന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ഒരു മൂഡില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ രാത്രിയായി. നമ്മൾ ഞായറാഴ്ച എത്ര രൂപ കിട്ടുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 9 മണിയായപ്പം 14 ട്രിപ്പാണ് കിട്ടിയിരിക്കുന്നത്. 14ാമത്തെ ട്രിപ്പ് പോകാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡെലിവറി ചെയ്തിരിക്കുകയാണ്. പിന്നെ സൊമാറ്റോയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കൊടും ചതിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കൊടും ചതി എന്ന് പറഞ്ഞാൽ ആരെയും അറിയിക്കാതെ രഹസ്യമായി നടപ്പാക്കിയ കൊടും ചതി. ഇന്നലെ വരെ 19 ഓർഡർ എടുത്താലാണ് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടുന്നത്. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ 19 എന്നും പറഞ്ഞ് ഇരുന്നതാട്ടാ. ഇന്ന് 19 കിട്ടാനുള്ള സാധ്യതയുണ്ട് സന്തോഷത്തിലൊക്കെ പറഞ്ഞ് നോക്കിയപ്പോഴാണ് 20 എണ്ണം വേണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ 14 കംപ്ലീറ്റ് ചെയ്ത് 20 എണ്ണം കംപ്ലീറ്റ് ചെയ്താലേ ഫുൾ ഇൻസെൻറ്റീവ് കിട്ടും. ഇന്ന് 650 കിട്ടുന്നു ഞായറാഴ്ച ആയിട്ട്. അല്ലാതെ ഞായറാഴ്ചയും തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ
20 കംപ്ലീറ്റ് ചെയ്താൽ വേറെ 550 രൂപയേ ഉള്ളൂ. ഇൻസെൻറ്റീവ് കൂട്ടിയിട്ടൊന്നുമില്ല. എന്നിട്ട് കൊടും ചതിയാണ് ഗൈസ് സൊമാറ്റോയുടെ കയ്യിൽ നിന്ന് നമ്മൾ നേരിട്ടത്. കൊടും ചതി, ആരെടുത്തും പറയാതെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിൽ കേൾക്കൂലേ, രഹസ്യമായിട്ട് ചില ബില്ലുകൾ പാസ്സാക്കി പാർലമെൻറ്റ് നിയമസഭയോ രാജ്യസഭയോ എന്നൊക്കെ കേട്ടണക്ക് സൊമാറ്റോ ആരും അറിയാതെ രഹസ്യമായിട്ട് ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ് ഗൈസ്. 20 ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ ഫുൾ ഇൻസെൻറ്റീവ് കിട്ടും. അതിന് ഫുള്ളിനി അങ്ങനെ ആക്കാനാണ് സാധ്യത കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നല്ല ഓർഡറുണ്ട് കേട്ടോ. ഇപ്പം മിക്കുള്ള ദിവസം ഫുൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓർഡർ കൂടിയപ്പം അത് സ്വാഭാവികമായിട്ട് എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും അങ്ങനെയാണല്ലോ, നമ്മളതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് 70 കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടാ. അപ്പോൾ അതാണ് പറയാൻ വന്നത്. സൊമാറ്റോയുടെ ഭാഗത്തു നിന്നുള്ള കൊടും ചതിയായിരുന്നു. എനിക്കങ്ങനെ 15ാമത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഗി ബി റെസ്റ്റോറൻറ്റാണ്, ബീച്ച് റോഡിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സമയം 9:30, കറക്റ്റ് 9:30ക്കാണ് നമ്മൾ 15ാമത്തെ ഓർഡർ അടിച്ചിരിക്കുന്നത്. ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺ ചിക്കൻ, അൽഫാം, ബാർബിക്യൂ ചിക്കൻ നാസ്. ഞായറാഴ്ച കൊണ്ട് ബീച്ച് റോഡിൽ നല്ല തിരക്കാണ് കേട്ടോ. സമയം 9:30 ആയി. അങ്ങോട്ടാണോ തിരിച്ചാണോ പോകേണ്ടത്? നമ്മളങ്ങനെ 15ാമത്തെ ഐറ്റം ഇവിടെ ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. ഈ പൂക്കടയാണെന്ന് തോന്നുന്നു കേട്ടോ. ജയറാം ഫ്ലവേഴ്സ്. എന്താ മണം! മുല്ലപ്പൂവിൻ്റെ മണം. അങ്ങനെ നമ്മൾ 15ാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. മഴ പെയ്യുന്നില്ലടേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻസെൻറ്റീവ് കിട്ടി കേട്ടോ, 300 രൂപ. അപ്പം എത്ര രൂപ ഇതുവരെ ഓടിയതിന് എത്ര കിട്ടിയെന്നാ? 904 രൂപ കിട്ടി കേട്ടോ. ഓക്കെ, 9:30 ആയതേ ഉള്ളൂ. സമയം ഇനിയുണ്ട്, നമുക്ക് ഫുള്ള് കിട്ടണം. പക്ഷെ ചില ഞായറാഴ്ച 10 മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഡൗൺ ആവും, പറയാൻ പറ്റൂല കേട്ടോ. കാരണം പിറ്റേന്ന് വർക്കിംഗ് ഡേ അല്ലേ. അപ്പോൾ എല്ലാവരും 10 മണിക്ക് കിടന്നങ്ങ് ഉറങ്ങും. അതാണ് ചില ഞായറാഴ്ചയിലെ കുഴപ്പം. ക്ലോക്ക് ടവർ സമയമൊക്കെ പക്കാണ് കേട്ടോ. 10 മണിയാണ്. 10 മണി. ഇപ്പുറത്തെ ക്ലോക്ക് തെറ്റാണല്ലോ. അയച്ചോ, ഇത് 9:30 15 മിനിറ്റ് ഇറങ്ങോട്ടാണല്ലോ. നമ്മൾ അൽടാസയുടെ മുമ്പിൽ കാത്തു നിന്നപ്പോൾ നമുക്ക് ചിക്കിങ് അടിച്ചിട്ടുണ്ട്. 7 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഓർഡറാണ്. 59 60 രൂപ കേട്ടോ.
നേരെ ചിരിങ്ങിലേക്ക് വിടാം. വർണ്ണം കാണിക്കുന്ന കണക്ക് കാണിക്കുന്നത്. ഇത് നമുക്ക് മാപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം മങ്ങാട് പാലത്തിൻ്റെ അവിടം വരെ നമുക്ക് മാപ്പ് ഇടേണ്ട ആവശ്യമില്ല. പാലം എത്തിയതിന് ശേഷമാണ് മാപ്പിടുന്നത്. അങ്ങനെ നമ്മൾ 16ാമത്തെ ഓർഡറായിട്ട് വന്നേക്കാണ്. ഇവിടുന്ന് റൈറ്റ് തിരിയാനാണ് പറഞ്ഞേക്കുന്നത്. ഗൂഗിൾ മാപ്പിൻ്റെ ചില തമാശകൾ. ഇതേതാ കാട്, ഇങ്ങനൊരു വഴിയില്ല. അതെന്താ പറയാൻ കാരണമെന്നറിയോ, ഞാൻ ഇതേ അഡ്രസ്സിൽ മുമ്പേ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കച്ച് പാടാ. ഈ അഡ്രസ്സ് തെറ്റാണ് കേട്ടോ. അന്ന് ഞാൻ എൻ്റെ ഊപ്പാട് പോകുന്നത്, അന്ന് രാത്രി 1 മണിക്ക് ശേഷം കണ്ടാണ് തോന്നി ഈ അഡ്രസ്സിൽ ഞാൻ തപ്പിപ്പിടിച്ച് കറങ്ങിയത്. പക്ഷെ അത് എങ്ങനെയായിരുന്നു ഞാൻ അവിടെ എത്തിയത്? ഇവിടെ ഞങ്ങളുടെ കോൺക്രീറ്റ് വഴിയുണ്ട്. കോൺക്രീറ്റ് വഴിയുണ്ട്. കണ്ടത് ഇതുവഴിയാണ് കയറിപ്പോയത്. ഹരിശേഖരൻ, ഇതുവഴി ഒരു വഴിയുണ്ടോ? അല്ല, ഇതുവഴി ഒരു ചെറിയൊരു വെട്ട് റോഡ് ഇങ്ങനെ കാണിച്ച്. ഓ, ഇപ്പൊ വഴിയില്ല. അത് ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ ജ്യൂസ് അല്ലല്ലോ, സോറി, കോളല്ലേ. പറഞ്ഞ കാര്യമായി. നമുക്ക് ഈ ഓർഡറിന് കിട്ടിയിരിക്കുന്നത് 64 രൂപയാണ്. നമ്മളിനി പോകേണ്ട വഴിയായിരുന്നു. 16ാമത്തെ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 എണ്ണം കൂടെ വേണം. അതല്ലേ, സമയമില്ല, 10:30 കഴിഞ്ഞു. ഇനി ഓർഡർ അടിക്കണമെങ്കിൽ ഒരുപാട് ദൂരം പോയാലേ നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് ഓർഡർ അടിക്കുന്ന സ്ഥലത്ത് എത്തും. കാരണം നമ്മൾ 16ാമത്തെ ഓർഡർ കൊടുത്ത് തിരിച്ച് അവിടെ തന്നെ വന്നു. രാത്രി 10 മണിക്ക് ശേഷം അങ്ങനെയാണ്. നമ്മൾ ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ എവിടെ കൊണ്ട് കൊടുക്കുന്നു, തിരിച്ച് നമ്മൾ അതേപോലെ റിട്ടേൺ വരേണ്ടി വരും ഓർഡറുള്ള കട തുറന്ന സ്ഥലത്തേക്ക്. പക്ഷെ പകലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ ഓർഡർ ഡെലിവറി ചെയ്യുന്ന സമീപ പ്രദേശങ്ങളിൽ ഏതെങ്കിലും കട തുറന്ന് കാണും, ഏതെങ്കിലും കട കാണും, അവിടെ നിന്നൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ രാത്രി 10 മണിക്ക് ശേഷം അവരോട് കിടക്കില്ല. കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് ഇതേപോലെ ഓടി വരണം. നമ്മൾ വീണ്ടും മൾട്ടാസയുടെ മുമ്പിലെത്തി. ആരാണ് എനിക്ക് 17ാമത്തെ ഓർഡർ തരുന്ന ആ ഭാഗ്യവാൻ? ആരാണ് ആ ഭാഗ്യവാൻ? കടന്നു വരൂ. 16 ആയിട്ടേ ഉള്ളൂ, സമയം അങ്ങ് പോയി. 19 അല്ല 20 11:05 കേട്ടോ. 1/2 മണിക്കൂർ നമ്മൾ വെറുതെ തിന്ന് ഓർഡറൊന്നും അടിച്ചില്ല. നമ്മൾ പോളയത്തോട് ഇന്ന് ചെയ്ത്. പിന്നെ ഇപ്പോൾ ഒരു ഓർഡർ അടിച്ച് 17ാമത്തെ ഓർഡർ 11:05 അടിച്ചത്. ഇവിടെയാണ് അടിച്ചിരിക്കുന്നത്, പള്ളിമുക്കിലൊരു വീട്ടിലാണ് കേട്ടോ. വീട്ടിൽ ഒരു കപ്സയോ മന്തിയോ ഒക്കെ ഉള്ളൊരു വീട്ടിലാണ് കേട്ടോ. അവിടത്തേക്കാണ് അടിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ആണ്. ഞാൻ പോയിട്ടുണ്ട്, 1-2 തവണ പോയിട്ടുണ്ട്. ഈ പരിസരത്ത് ഒരുപാട് വീടുകളിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ചായയും കടിയും ബ്രെഡ് ഓംലെറ്റ്, അങ്ങനെ ദോശ, കഞ്ഞി, അതൊക്കെ വെക്കുന്നുണ്ട് ഒരുപാട് വീട്ടിലുണ്ട്. ഇവിടെ ഇവരിപ്പം കപ്സ തുടങ്ങിയിട്ട് കുറച്ചാളാണ്, 1 മാസം കൊണ്ടായിട്ടേ ഉള്ളൂ കേട്ടോ. വീട്ടിലാണ്.
അൽ തൊറാസി. അടി തട്ടു ഇപ്പം വണ്ടിയുടെ തട്ടിയില്ല. നമ്മളെ റെഡിയായ തൊറാസി. ഈ തൊറാസി എന്ന് വെച്ചാൽ എന്താണ്? നീ പറ. എന്ത് ചിക്കൻ? ജുറാസി എന്നല്ല, അറിഞ്ഞൂടെ, പേരറിഞ്ഞൂടെ? തൊറാസി ചിക്കൻ. എന്താ ചിക്കൻ? അന്ന് നീ അത് ഇട്ടില്ലായിരുന്നു, ഓർമ്മ? മയണൈസ് ഞാൻ ചെറുതായിട്ട് വീഡിയോ ചെയ്യും യൂട്യൂബിൽ. എങ്ങനെ നമ്മളിങ്ങനെ ഫുഡ് എടുക്കുന്നതും പിന്നെ റോഡിന്റെ വീഡിയോസ് അങ്ങനെയൊക്കെ ഇടുന്നു. തൊറാസി പറഞ്ഞിട്ടുണ്ട്. തൊറാസി 3T വീഡിയോസ്. ഇതിലില്ലേ? സ്വിഗ്ഗിയിലില്ലേ? സ്വിഗ്ഗിയിലും ഉണ്ട്, സൊമാറ്റോയിലും ഉണ്ടല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരു മാസമല്ലേ ആള്? അല്ല, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ എന്താ? സ്പെഷ്യൽ മസാലയാണ്. കുഴപ്പമില്ല. 29,000 ഇത്രയല്ല. ഇതെന്താണ്? ചിക്കൻ മാത്രമേ ഉള്ളല്ലേ? ഓക്കെ ഓക്കെ. 3T വീഡിയോസ് നോക്ക്. ഇതാണ് തൊറാസി ചിക്കൻ. 17ാമത്തെ ഓർഡറായിട്ട് പോവുകയാണ് കേട്ടോ. ഈ കൊല്ലം തോടിൻ്റെ കരയിൽ കൂടെ. ഇവിടെ റോഡും ഒന്നുമില്ല, തോട് മാത്രമേ ഉള്ളൂ, റോഡില്ല. ഇപ്പം മണല് സ്പീഡ് നമുക്ക് വളരെ പതിയെ ഓടിക്കാനേ നോക്കൂ. തെന്ന് ഈ 1 കിലോമീറ്റർ ഈ റോഡിൽ കൂടെയാ. വേറെ റോഡൊന്നും ഇല്ലേ? ഗൂഗിൾ മാപ്പേ ഉണ്ടായിരുന്നല്ലേ. ഇവിടെ വെച്ച് കറങ്ങി വന്നാൽ അതിലേക്ക് വന്നാൽ മതിയായിരുന്നു. ദൂരെ ഒരു താറിട്ട റോഡ് കാണുന്നുണ്ട്. രക്ഷപ്പെട്ടു. അങ്ങനെ താറിട്ട റോഡിലേക്ക് നമ്മൾ വീണ്ടും കയറി. ആശ്വാസമായി. നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഫ്ലാറ്റിലാണ് കേട്ടോ. ലൊക്കേഷൻ കറക്റ്റാണോ എന്തോ, ചിലപ്പോൾ കറക്റ്റ് ആ ഫ്ലാറ്റിൻ്റെ അടുത്തായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. റോഡ് അവസാനിച്ചോ? ഇല്ല, റോഡ് ഇതുവഴി കറങ്ങണം. ഓക്കെ, നമ്മൾ 17ാമത്തെ ഡെലിവറി ചെയ്തു. നമുക്ക് 3 എണ്ണം കൂടെ വേണം 20 കിട്ടണം. ഇപ്പോൾ 11:30 കഴിഞ്ഞു. നമുക്കിത് ഓർഡർ എല്ലാം കിട്ടണമെങ്കിൽ ഓടി പോകണം. കുറേ 7 കിലോമീറ്റർ, 5.5 കിലോമീറ്റർ ഓടണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീണ്ടും പള്ളിമുക്കിലെത്തിയിട്ടുണ്ട്. നമ്മൾ 17ാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഇനി ആരാണ് രണ്ടാമത്തെ ഇൻസെൻറ്റീവ് പൊട്ടിക്കുന്ന 18ാമത്തെ ഓർഡർ നമുക്ക് തരുന്നത് ആരാണ്. നമ്മളങ്ങനെ ഒരു 11:30 കഴിഞ്ഞപ്പോൾ പള്ളിമുക്കിലെത്തിയിട്ടുണ്ട്. എനിക്ക് 18ാമത്തെ രണ്ടാമത്തെ ഇൻസെൻറ്റീവ് പൊട്ടിക്കാവുന്ന ഓർഡർ. ഓർഡർ അടിച്ചു പറഞ്ഞ ഉടനെ ഓർഡർ അടിച്ചിരിക്കുകയാണ്. ചെറിയ ഓർഡറാണ്, ഒരു കുഴപ്പമില്ല. കഫേ പ്ലസ്സിൽ പോളത്തോട്ടിന്നാ ഉള്ളതായിക്കോട്ടെ.
നേരെ ചലോ പോളയത്തോൾ. നമുക്ക് അവിടെ ചെന്നാലേ അറിയാൻ പറ്റും ആരാ ഓർഡർ എടുത്ത ആരാ ഓർഡറാണ്. അപ്പോൾ നേരെ പോളയത്തോട്ടേക്ക് പോവാം. അപ്പോൾ രണ്ടാമത്തെ ഇൻസെൻറ്റീവ്, അതായത് 350 രൂപ കിട്ടുന്ന, അല്ല ഇന്ന് ഞായറാഴ്ച അതിനെ കൊണ്ട് 400 രൂപ 400 രൂപയുടെ ഇൻസെൻറ്റീവ് കിട്ടുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി എടുക്കുകയാണ്. പിന്നെ വേണ്ടത് 2 എണ്ണം. ഇന്നലെയൊക്കെ ഒരെണ്ണം മതിയായിരുന്നു ലാസ്റ്റത്തെ ഇൻസെൻറ്റീവ് കിട്ടി. ഇപ്പോൾ 2 എണ്ണം വേണം. ഇത് സൊമാറ്റോ ഒടിഞ്ചതിയായി പോയി കേട്ടോ. 11:50 നമ്മൾ 18ാമത്തെ ഓർഡറുമായിട്ട് പോവുകയാണ്. ഓർഡർ രാജീവ് ബ്രോയാണ് നമുക്ക് രണ്ടാമത്തെ ഇൻസെൻറ്റീവ് കിട്ടാനുള്ള ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഇത് അടുത്ത് തന്നെ കേട്ടോ, 2.5 കിലോമീറ്റർ ഉള്ളത്. അങ്ങനെ നമ്മൾ 18ാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഇനി 2 ഓർഡർ കൂടെയാണ് വേണ്ടത്. ഇപ്പം 11:56 12 മണിയായി. ഇനി ലിമിറ്റഡ് ഷോപ്പുകൾ മാത്രമേ കാണൂ. ഈ കടകൾ വളരെ കുറച്ചായിരിക്കും. ആ കടകൾ തേടിപ്പിടിച്ച് പോകണം. ഏകദേശം ആ കടകളൊക്കെ വളരെ കുറച്ചാണ്. മാടനടയിൽ, ചിക്കി ബുക്ക്, പള്ളിമുക്കിൽ, അറേബ്യൻ കഫേ, പിന്നെ അയത്തിലുണ്ട് അൽബേക്ക്, അവിടെയൊക്കെ നല്ല ഓർഡറാണ്. ഇനി അങ്ങോട്ടൊക്കെ പോകണം. അത് നമുക്ക് ഗൂഗിളിൻ്റെ സൊമാറ്റോയുടെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന ആപ്പ് എടുത്ത് നോക്കി നമ്മൾ ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഹോട്ടലാണ് ഇപ്പോൾ ഓർഡർ സ്വീകരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ താജ് ഫാസ്റ്റ് ഫുഡ് ഉണ്ട്, അറബി കഫേ ഉണ്ട്, ഡൊമിനോ പിസ്സ ഉണ്ട്, അറേബ്യൻ കഫേ അറബി ഉണ്ട്, പ്രവാസി തട്ടുകട ഉണ്ട്. നേരെ നമുക്ക് ഇനി കോളേജ് ജംഗ്ഷന് നേരെ പോയി അവിടെ നിന്നിട്ട് നേരെ ഒന്ന് കറങ്ങാം. അപ്പോഴത്തേക്ക് ഓർഡർ അടിക്കും. ഇപ്പോൾ 20 ഓർഡർ ആക്കി എല്ലായിടത്തേക്കും ഒന്നും കൂടെ മതിയായിരുന്നു. ഞാൻ 12 മണി തൊട്ട് 1 മണി വരെ എടുത്തിട്ടുണ്ട് സൊമാറ്റോ. നീ എനിക്ക് 2 ഓർഡർ തരണം, അല്ലെങ്കിൽ നാളെ ഞാൻ ഇറങ്ങുന്നില്ല. അത് അല്ലെങ്കിൽ തന്നില്ലെങ്കിൽ ഞാൻ 1 തൊട്ട് 2 വരെ കൂടെ എടുക്കും. ഞാൻ വെറുപ്പിക്കും, വാങ്ങും ഞാൻ നിൻ്റെ. ഇപ്പോൾ പറഞ്ഞ പോലെ സൊമാറ്റോ പറഞ്ഞത് ചെയ്യണം കേട്ടോ. നീ ആകെ 1 മണിക്കൂറിനകം എനിക്ക് 2 ഓർഡർ തരണം. തന്നില്ലെങ്കിൽ ഞാൻ 1 തൊട്ട് 2 വരെ എടുക്കും. നാളെ ഞാൻ ഇറങ്ങാത്തതിനെ കൊണ്ട് തന്നെ താമസിച്ചാലും കുഴപ്പമില്ല. വെറുപ്പിക്കും ഞാൻ. മര്യാദയ്ക്ക് തന്നോ. ഭീഷണിയൊക്കെ വേണം കേട്ടോ. ഭീഷണിയൊക്കെ ഉണ്ടെങ്കിൽ സൊമാറ്റോ തരും. അങ്ങനെ നമുക്ക് 19ാമത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ഇത്ര അടിച്ചാൽ മതിയായിരുന്നു. ഫുള്ള് ചെറിയ ഓർഡർ ആയിരിക്കണേ. 8 കിലോമീറ്ററാ. നമുക്ക് 34 രൂപ സർജ് ഉണ്ട് കേട്ടോ. പിസ്സ ഹട്ട് ചിന്നക്കടയിൽ പോയി ഞാൻ എടുക്കണം. 4 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് എന്നിട്ട് 8 കിലോമീറ്റർ കൊണ്ട് കൊടുക്കണം. ഇതെന്നെ ഊഞ്ഞാലാട്ടിയതാണ്. ഞാൻ മുമ്പ് വഴക്കുറഞ്ഞ് എൻ്റെ കയറുമായിരുന്നു. എൻ്റെ പൊന്ന് സൊമാറ്റോ, ഇത് ലാസ്റ്റത്തെ ട്രിപ്പായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് ലാസ്റ്റ് അല്ലല്ല, ഇനി ഒന്നും കൂടെ വേണ്ടേ. ഇതിപ്പം 1 തൊട്ട് 2 വരെ കൂടെ എടുത്തേ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഞാൻ തിരിച്ച് 4 കിലോമീറ്റർ വെച്ച് പിസ്സ ഹട്ടിൽ പോകണം ചിന്നക്കടയുള്ള. അപ്പം വള്ളി നോക്കി. എന്നിട്ട് അവിടെ നിന്ന് ഇനി 8 കിലോമീറ്റർ ദൂരമാണ്. വല്ലാത്ത ജാതി. ഇത്ര നേരം കോളേജ് എനിക്ക് ഇന്നത് അവിടെ നിന്ന് അടിച്ചായിരുന്നെങ്കിൽ 2 കിലോമീറ്റർ ദൂരമേ ഉള്ളായിരുന്നു. ഇത് പറയാനാണ് സൈക്കോ സൊമാറ്റോ. റമീസൊക്കെ ക്ലോസ് ചെയ്തു. 12 മണി കഴിഞ്ഞല്ലോ. പിസാട്ട് അടച്ചോ? ഞാനായിരിക്കും ലാസ്റ്റത്തെ സൊമാറ്റോയുടെ വേറെ ആൾക്കാരുണ്ട്. ഇത് എവിടെയെന്ന് അറിഞ്ഞിട്ടേ ഒരു സമാധാനമുള്ളൂ. അയത്തിൽ ഭാഗത്തേക്കായിരിക്കണേ. റെഡിയായില്ലല്ലോ. നന്നായിരിക്കും. 5 മുതൽ 8.6 കിലോമീറ്റർ. ഇത് കൊടുത്തിട്ട് വരുമ്പോൾ പിന്നെ അടുത്ത ഓർഡർ കിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിനു വേണ്ടി 1 to 2 കൂടെ എടുത്ത് വെച്ചാൽ ഇത്ര ഓടിയതല്ലേ. 300 രൂപ കളയണ്ട, അല്ല 250 രൂപ കളയണ്ട. 1 to 2
എടുത്ത് വെച്ചേക്കാം. നമുക്ക് രാത്രി 2 മണി വരെ സമയമുണ്ട് കേട്ടോ 20 തയ്ക്കാൻ. 20 ആക്കിയില്ലായിരുന്നു, ഇപ്പോൾ ഇത് നിർത്തി വീട്ടിൽ പോകായിരുന്നു. അത് ബില്ല് കോട്ട് കിട്ടി. ഈ 0 ഷുഗർ പെപ്സിയിലെ ഷുഗർ ഇല്ലേ, പിന്നെ എങ്ങനെ അവർ മധുരം ഉണ്ടാക്കുന്നു അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മളെ നാവിനെ കബളിപ്പിക്കുകയാണ്, അല്ല തലച്ചോറിന്. പഞ്ചസാര ഇല്ല, പഞ്ചസാര പോലെ നിങ്ങൾക്ക് തോന്നും. ഷുഗർ ഇടാതെ ഇങ്ങനെ പഞ്ചസാര, എനിക്കറിയാവുന്നല്ലേ. ഇനി അതെങ്കിലും വിഷമങ്ങളായിരിക്കും കണ്ടുപിടിച്ചേക്കുന്നത്. പഞ്ചസാരയെങ്കിലും കൂടിയ വിഷമായിരിക്കും പഞ്ചസാരയ്ക്ക് പകരം ചേർക്കുന്നത്. എനിക്കറിയില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ 19ാമത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 19 അല്ലേ, എണ്ണം അങ്ങനെ തെറ്റിയടേ, എന്താ 18 ഉള്ള. ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 95 രൂപ. ഓക്കെ, 19ാമത്തെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമുക്ക് 20ാമത്തെ ഓർഡർ അടിച്ചിരിക്കുന്നത് അൽബൈക്കിലാണ് കേട്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ. അൽബൈക്ക് എവിടെയാണ്? അയത്തിലാണ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അടിച്ച് ഇനി അങ്ങോട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ 20 എണ്ണം പൂർത്തിയാക്കി 625 രൂപ ഇൻസെൻറ്റീവ് തേടി. സൊമാറ്റോ നമുക്ക് തരാതെയൊക്കെ നോക്കും ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ അൽബൈക്കിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് അയത്തിലാണ് കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ 20ാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 650 രൂപ നമ്മൾ ഇൻസെൻറ്റീവായിട്ട് കിട്ടിയിരിക്കുകയാണ്. കിട്ടി തന്നതല്ല, പിടിച്ച് വാങ്ങിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. 2 മണി വരെ, 12 മണിക്ക് പോകേണ്ട ഞാനാണ് 2 മണി വരെ പിടിച്ച് പറിച്ച് വാങ്ങിച്ചതാണ്. ഇനിയുള്ള പ്രാർത്ഥന, ഇനി 1 മണിക്കൂറുണ്ട്. ഓർഡറൊന്നും അടിക്കല്ലേ, വീട്ടിൽ പോകണം എന്ന പ്രാർത്ഥനയാണ് ഇനിയുള്ളത്. എന്തല്ലേ, കുറച്ച് മുമ്പ് വരെ ഓർഡർ അടിക്കണേ, ഇത് ഇനിയിപ്പോൾ ഓർഡർ അടിക്കല്ലേ. അതാണ് ഇത് ഡെലിവറി ചെയ്യട്ടെ, ഓർഡറൊന്നും അടിക്കല്ലേ. അങ്ങനെ ഇതേതാ സ്ഥലം? ഫുള്ള് വിചരമായി കിടക്കുന്ന സ്ഥലം. സമയം 1 മണിയാണ്. 1 മണിക്കാണ് നമ്മൾ ഡെലിവറി ചെയ്തിരിക്കുന്നത് 20ാമത്തെ ഓർഡർ. നമുക്ക് ഇൻസെൻറ്റീവ് അങ്ങനെ 650 രൂപ, 650 യെസ്, 650 രൂപ ഇൻസെൻറ്റീവായിട്ട് തന്നെ മാത്രം കിട്ടിയതാണ്. ചില്ലറ കാര്യമാണ്. അപ്പോൾ നാളെ ഞാൻ ഇറങ്ങുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നത്. അല്ലെങ്കിൽ ഞാൻ മാക്സിമം 12:30 അങ്ങ് പോകേണ്ടതാണ്. ചില ദിവസം വാശി കൂടി ഞാൻ ഇതേപോലെ അങ്ങ് നിൽക്കും. എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ പിടിച്ച് ഉറച്ച് വാങ്ങിച്ചിട്ടേ പോകും. ചില ദിവസം ഞാൻ സൊമാറ്റോയും തമ്മിൽ ഭയങ്കര ഉടക്കമായിരിക്കും. ഓ, എന്ത് വഴിയാണത്? നമ്മളിപ്പം എവിടെയാണ് ഏതൊക്കെയോ സ്ഥലം പോയി എണ്ണ അടിക്കാൻ